പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 14 ശനി. പ്രധാന വാർത്തകൾ. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർധന. വെള്ളിയാഴ്ച രാവിലെ എണ്ണവില ഏകദേശം 9% ഉയർന്നു. 5 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയാണിത്. ലോകത്തിലെ 2/3 എണ്ണയുടെയും മാനദണ്ഡമായ ബ്രന്റ് രാവിലെ 9 ബാരലിന് 8.38% വർദ്ധിപ്പിച്ചു. വില $77.17 വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാനിൽ ആക്രമണം ഉണ്ടായത്. പിന്നീട് ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ 12% ഉയർന്നു. ഇറാൻ പ്രത്യാക്രമണം നടത്തിയപ്പോൾ വില 13% ഉയർന്നു. സമ്മർ ഡിമാൻഡ് കഴിഞ്ഞാൽ ബ്രന്റിന് $70 കൂടുതൽ വില നിലനിർത്താൻ സാധ്യതയില്ലെന്ന് സാക്സോ ബാങ്കിലെ കമ്മോഡിറ്റി സ്ട്രാറ്റജി മേധാവി ഒലഹാൻസൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് എണ്ണ വിതരണത്തെ തടസ്സപ്പെടുന്ന ഒരു വലിയ യുദ്ധമായി ഇത് പരിണമിച്ചേക്കാം. ക്രൂഡ് ഓയിൽ വില നിശ്ചയിക്കുന്നത് ഭാഗികമായി അങ്ങനെയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഒമാൻ. പരമാധികാര സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അപകടകരവും വീണ്ടുവിചാരമില്ലാത്തതുമായ നീക്കമാണെന്നും ഇത് നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഈ നടപടിയെന്നും ഒമാൻ ചൂണ്ടിക്കാട്ടി. ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുകയും മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുകയും ചെയ്യുമെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹാർ വിലായത്തിൽ സ്വകാര്യ കമ്പനിയിൽ വൻ തീപിടുത്തം. ഇന്നലെ പകൽ സമയത്താണ് കമ്പനിയുടെ സാധനങ്ങൾ സൂക്ഷിച്ച ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേനയെത്തി ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. നിരവധി സാധനങ്ങളാണ് കത്തിയമർന്നത്. അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു. ചൂട് വർദ്ധിച്ചതിന് പിന്നാലെ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിടങ്ങളിലും ഉൾപ്പെടെ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു. വയനാട് അഞ്ചുകുന്ന് സ്വദേശി സഫിയ ഒമാനിൽ നിര്യാതയായി. പരേതനായ അഹമ്മദിന്റെ ഭാര്യയാണ്. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് റോവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. MK മുനീർ MLA മകൻ മുഫ്ലിഹിന്റെ ഭാര്യ മാതാവാണ്. മക്കൾ ഷുഹൈൽ, ഹഫ്സത്ത്, സഫ്വാൻ, ഹാദിയ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മേഖലയിലെ പുതിയ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മസ്കത്ത് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ കാലതാമസം ഒഴിവാക്കാൻ ടെർമിനലിൽ എത്തുന്നതിന് മുമ്പ് അതാത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ സമയക്രമങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. യാത്രാ തടസ്സങ്ങൾ കുറയ്ക്കുന്നതും ഷെഡ്യൂൾ മാറ്റങ്ങളോ കാലതാമസമോ യാത്രക്കാരെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അഹമ്മദാബാദിൽ വിമാനം തകർന്ന് നിരവധി പേരുടെ മരണത്തിനിടയായ അപകടത്തിൽ SNDP യോഗം ഒമാൻ യൂണിയൻ അനുശോചനം രേഖപ്പെടുത്തി. സലാല ആരോഗ്യ മന്ത്രാലയത്തിലെ മുൻ ജീവനക്കാരി ആയിരുന്ന പത്തനംതിട്ട തിരുവല്ല സ്വദേശി രഞ്ജിത ഗോപകുമാറിന്റെ മരണം ഒമാനിലെ മലയാളി സമൂഹത്തിന് ഏറെ ദുഃഖം നൽകുന്നതാണ്. രഞ്ജിത ഉൾപ്പെടെ ദാരുണമായി മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ ഒമാനിലെ SNDP സമൂഹം പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും SNDP യോഗം ഒമാൻ യൂണിയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുന്നു. ഒമാൻ എയർ, സലാം എയർ, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ എന്നിവയ്ക്ക് പിന്നാലെ എമിറേറ്റ്സ് എയർലൈൻസും അടക്കം ഇറാൻ, ഇസ്രായേൽ, ഇറാഖ്, ജോർദാൻ, ലെബനൻ, റഷ്യ, അസർബൈജാൻ, ജോർജിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഈ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചതായി അറിയിച്ചിരുന്നു. വിവിധ ഗൾഫ് വിമാന കമ്പനികളും തങ്ങളുടെ സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന പരിഗണനയെന്നും എയർലൈൻ നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. യാത്രാ തടസ്സം നേരിട്ട യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു.
മസ്കത്തിൽ നിന്നും അമ്മാനിലേക്കുള്ള സർവീസ് റദ്ദാക്കിയതായി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ അറിയിച്ചു. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് നടപടി. ഇതുമൂലം പ്രതിസന്ധി നേരിട്ട യാത്രക്കാർക്ക് സഹായം ലഭ്യമാക്കും. നിലവിൽ നേരിട്ട അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഒമാൻ എയർ അറിയിച്ചു. എന്നാൽ ഒമാൻ എയറിന്റെ മറ്റു സർവീസുകൾ സാധാരണ നിലയിൽ തുടരും. എങ്കിലും വ്യോമാതിർത്തിയെ ബാധിക്കാതിരിക്കാനുള്ള യൂറോപ്പിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്. സലാം എയർ ഒമാനിൽ നിന്നും ഇറാനിലേക്കുള്ള മുഴുവൻ സർവീസുകളും ജൂൺ 14 വരെ റദ്ദാക്കിയതായി സലാം എയർ അറിയിച്ചു. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എയർലൈൻ നീക്കം. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും എത്രയും പെട്ടെന്ന് സർവീസുകൾ പുനരാരംഭിക്കണമെന്നും സലാം എയർ അറിയിച്ചു. ഇന്ന് ലോക രക്തദാന ദിനം. പ്രതിദിനം 140 യൂണിറ്റിൽ അധികമാണ് സുൽത്താനേറ്റിലെ രക്തത്തിന്റെ ആവശ്യകത. ഒരു ദിവസം 200ഓളം രക്തദാതാക്കൾ എത്തിയാൽ മാത്രമാണ് ഇത്രയും യൂണിറ്റ് രക്തം ശേഖരിക്കാൻ സാധിക്കുക. രക്തദാനത്തെ മഹാദാനമായി കാണുന്ന സ്വദേശികളും വിദേശികളും ആവശ്യമായ രക്തം പകർന്ന് നിരവധി പേർക്കാണ് ജീവിതത്തിന്റെ പ്രതീക്ഷകളിൽ വെളിച്ചമാകുന്നത്. ഇവിടെ പ്രധാനമാണ് രക്തദാന ക്യാമ്പയിനുകൾ. മലയാളികളുടെ രക്തദാന ക്യാമ്പയിനുകൾ ഇല്ലാത്ത വാരാന്ത്യങ്ങൾ കടന്നു പോകുന്നത് വിരളമാണ്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഇന്നും ഇന്നലെയുമായി ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായും ആശുപത്രികളുമായും ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുമായും സഹകരിച്ച് നിരവധി രക്തദാന ക്യാമ്പുകളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഓരോ ക്യാമ്പുകളിലും രക്തദാനത്തിനെത്തുന്നത് നൂറുകണക്കിന് പേരാണ്. യുഎസുമായുള്ള 6ാം ഘട്ട ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറി. ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. യുഎസ് ഇറാൻ ആണവ ചർച്ചയുടെ 6ാം ഘട്ടം ഞായറാഴ്ച മസ്കത്തിൽ നടക്കുമെന്ന് നേരത്തെ ഇറാനും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശനിയാഴ്ചയാണ് ചർച്ചയിൽ പിന്മാറുന്നതായി ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ഒമാൻ റോവി മലയാളി അസോസിയേഷൻ. ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുടെയും അടുത്ത സ്വജനങ്ങളുടെയും വേദനയിൽ പങ്കുചേരുന്നതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രസിഡന്റ് ഫൈസൽ ആലുവ, ജനറൽ സെക്രട്ടറി മുജീബ് അഹമ്മദ്, ട്രഷറർ സന്തോഷ് KR എന്നിവർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.